ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ ഐ എം ബാക്ക്. ഒന്ന് പറയടാ, ഇറ്റ്സ് ബീൻ എ ടഫ് ഫ്യൂ ഡേയ്സ്. കംപ്ലീറ്റ്ലി അങ്ങോട്ട് റിക്കവർ ആയിട്ടില്ല. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഇൻട്രോ വീഡിയോ ഞാൻ വയ്യാതിരുന്നപ്പോൾ എൻ്റെ സുഖവും വിവരങ്ങൾ അന്വേഷിച്ച എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഈ ക്യാമറ ലെൻസുകളൊക്കെ കടന്ന് എൻ്റെ ഒരു ബിഗ് ഹഗ് എല്ലാവർക്കും. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ജോ ടോക്സ് ഫുട്ബോളിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊന്നും ഞാൻ അത്ര ആക്റ്റീവ് ആക്കി വെക്കുന്നൊന്നുമല്ല. എന്നാൽ പോലും അവിടെ വന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുമായിരുന്നു, ഹൗ ആർ യു, ഹൗ ഇസ് യുവർ ഹെൽത്ത് എന്നൊക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. എന്താണ്, ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ്സ് ബിയോണ്ട് ആർസണൽ ഫുട്ബോൾ ക്ലബ്. ഇറ്റ്സ് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീൽ വരുന്നുണ്ട്. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഫോം ആക്കാൻ പറ്റിയതിൽ. സോ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാകത്തില്ല. ബട്ട് സോ റിയലി താങ്ക്സ് ഫോർ ഓൾ ദ ലവ് ആൻഡ് അഫെക്ഷൻ. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഗെയിം. എൻ്റെ വിശേഷം ഞാൻ ലാസ്റ്റ് പറയാം, എന്താ പറ്റിയത് എങ്ങനെയാണെന്നൊക്കെ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഗെയിം. ശരിക്കും കൊടുത്ത് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ശരിയായിരുന്നു, എനിക്ക് വയ്യായിരുന്നു. എന്നാൽ പോലും ഞാൻ മൂലയ്ക്ക് ചാരി ഇരുന്ന് എല്ലാ കളിയും കാണുന്നുണ്ട്. ഓരോ ഗോൾ അടിക്കുമ്പോൾ ചാരിങ്ങനെ പെതുക്കെ കൈവക്കി ഇങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. ഫസ്റ്റ് ഹാഫ് ഈവൻലി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ശരിയാണ്, അവർക്ക് അവരുടേതായ ഇഞ്ചുറി പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈ ഇഞ്ചുറി ബ്ലെയിം ചെയ്തിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ. നമുക്കെന്തോ ഒരു ഇഞ്ചുറീസാണ് വന്നത്. സോ അതെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് ഓരോ കളി നമ്മൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തിയില്ല. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മൾ ഒരിക്കലും ഇഞ്ചുറീസ് ബ്ലെയിം ഒരു സ്ക്വാഡിൻ്റെ ഡെപ്ത്ത് സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളത് അർട്ടറ്റയുടെയും ബെർട്ടയുടെയും അതുപോലെ തന്നെ ബാക്കി ക്ലബ്സും അതുപോലെ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഗെയിമിൽ വന്നിട്ട് പ്ലെയേഴ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ യു അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ. പിന്നെ എനിവേ ലീവ് ദാറ്റ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വി സ്റ്റെപ്ഡ് അപ്പ് റിയലി വെൽ. നമ്മുടെ ബിഗ് ഗ്യാബി ഫസ്റ്റ് ഗോള്, ബിഗ് ഗ്യാബി അതിനകത്തൊരു ഹ്യൂജ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ബിഗ് ഗ്യാബിയുടെ ഒരു ഫസ്റ്റ് ഗോള്, സാക്കയുടെ കോർണർ, ഇറ്റ്സ് എ ഗ്രേറ്റ് ഗോൾ. ഐ എം സോ ഹാപ്പി ഫോർ ബിഗ് ഗ്യാബി. ബിഗ് ഗ്യാബി തിരിച്ചു വന്നിരിക്കുകയാണ്. സ്റ്റാറ്റ്സ് ഒന്ന് നിങ്ങളൊന്ന് നോക്കണേ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും യൂറോപ്യൻ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഡിഫൻഡർ ലിസ്റ്റിൽ ഇപ്പോഴും ഗ്യാബ്രിയൽ തന്നെയാണെന്ന്. ഇത്രയും ഇഞ്ചുറിയിൽ ഇടവിട്ട് നിന്നിട്ട് പോലും ഞാൻ ആ സ്റ്റാറ്റ് നോക്കിയില്ല. സോ റിയലി ഹാപ്പി ഫോർ ഹിം. അങ്ങനെ ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ച് നമ്മൾ കംഫർട്ടബിൾ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ പറഞ്ഞാൽ നമ്മൾ റിയലി കംഫർട്ടബിൾ ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം ഈവൻലി ആയിരുന്നു. ദെൻ കംസ് നമ്മുടെ സുബമെൻഡിയുടെ ഗോൾ, മാർട്ടിൻ ഓഡഗാർഡിൻ്റെ ത്രൂ പാസ്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഓപ്പൺ പ്ലേ ഗോൾ. അതിനകത്ത് ഗ്യോക്കറൈസിൻ്റെ പങ്ക് നമ്മൾ വിട്ടുപോകരുത്. ഗ്യോക്കറൈസിനെ മാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് സുബമെൻഡി നല്ല ഫ്രീ ആയിട്ട് ഇതിനകത്തോട്ട് കയറിപ്പോയത്. ആൻഡ് സുബമെൻഡിയുടെ ഒരു ഗോൾ. യെസ്, ഗ്യോക്കറൈസ് ഗോൾ അടിക്കുന്നില്ല, അതൊരു വിഷയം തന്നെയാണ്. ഞാൻ കുറച്ച് കാണുന്നില്ല. ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. വി നീഡ് ടു ഫൈൻഡ് ഗ്യോക്കറൈസ് മോർ ആൻഡ് ഗ്യോക്കറൈസ് ഓൾസോ നീഡ്സ് ടു അഡാപ്റ്റ് ടു അവർ ഗെയിം ആൻഡ് ഹി നീഡ്സ് ടു ഡു ഇറ്റ് ഫാസ്റ്റർ. കാരണം നമ്മൾ ഇപ്പോൾ 4 ഗോൾ അടിക്കുന്നതുകൊണ്ടാണ്, നമ്മൾ പല സോഴ്സിൽ നിന്ന് ഗോൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ഫിംഗേഴ്സ് വരാത്ത ആർക്ക്, ഗ്യോക്കറൈസിലേക്ക്. സോ യെസ്, ഗ്യോക്കറൈസ് നീഡ്സ് ടു ഇംപ്രൂവ് ഹിസ് ഗെയിം എ ലോട്ട്. തേർഡ് ഗോൾ, മാൻ, വാട്ട് എ ഗോൾ. ഇവിടെയാണ് ആ ഒരു എപ്പിഫനി എനിക്ക് വന്നത്. ഞാനിങ്ങനെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ഗെയിം കാണുമായിരുന്നെങ്കിൽ പോലും ഐ വാസ് തിങ്കിങ്, നമ്മൾ എപ്പോഴൊക്കെ ബ്രേവായിട്ട് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഷോട്ട് എടുത്തിട്ടുണ്ട്. ടേക്ക് എക്സാമ്പിൾ, ലാസ്റ്റ് കളി ബോൺമത്തിലല്ലോ ബ്രൈറ്റനുമായിട്ടുള്ള കളി, ഓടകാണ്ട് ഔട്ട്സൈഡ് ദ ബോക്സ് ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ടാണല്ലോ ഗോളായത്. ടോട്ടൻഹാമിൻ്റെ ഗെയിം ഔട്ട്സൈഡ് ദ ബോക്സ് ഷോട്ട്സ്, എസേഡം ഷോട്ട്സ്. സോ നമ്മൾ എപ്പോഴൊക്കെ ബ്രേവ് ആയിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ഗോൾ വന്നിട്ടുണ്ട്. ടേക്ക് എക്സാമ്പിൾ, നമ്മുടെ ബ്രൈറ്റനുമായിട്ടുള്ള ഗെയിം ഔട്ട്സൈഡ് ദ ബോക്സ്, ടോട്ടൻഹാമായിട്ടുള്ള ഗെയിം ഔട്ട്സൈഡ് ദ ബോക്സ്, എസൈഡ് ഷോട്ട്സ്. സോ ഇന്നത്തെ ആസ്റ്റൺ വില്ലയുടെ ഗെയിമുമായിട്ടും സെയിം അവസ്ഥയായിരുന്നു. ഔട്ട്സൈഡ് ദ ബോക്സ് നമ്മുടെ ട്രൊസാർഡിൻ്റെ ഒരു ഷോട്ട് ആൻഡ് ജേസൂസിൻ്റെ ഒരു അനദർ ബ്യൂട്ടിഫുൾ ഗെയിം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സെലിബ്രേഷനും, ആ സെലിബ്രേഷനെ പറ്റി സംസാരിക്കണം. ഐ വിൽ കം ടു ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ് വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ്
ആ ഒരു ബ്രേവ്നെസ് ഉണ്ടല്ലോ കുറച്ചുകൂടെ നമ്മൾ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം വി ഹാവ് ലോഡ് ഓഫ് ക്വാളിറ്റി പ്ലെയേഴ്സ് ഹു ക്യാൻ ടേക്ക് ഷോട്ട്സ് ഔട്ട്സൈഡ് ദ ബോക്സ്. പുറത്തുനിന്ന് ഷോട്ട് എടുക്കാൻ പറ്റിയ ക്വാളിറ്റി പ്ലെയേഴ്സ് ഒരുപാട് നമ്മുടെ സ്ക്വാഡിലുണ്ട്. ഇവരെ നമ്മൾ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഓഡഗാർഡ്, ട്രോസാർഡ്, എസെ, ഇപ്പോൾ അതാ പുതുതായിട്ട് ജേസൂസ്. ഇത്രയും പേരാണ്. ഇവരെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താണ്ടല്ലോ ഗോൾ മഴയായിരിക്കും. അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് അഴിച്ചു വിടണം. അർട്ടറ്റ ഇങ്ങനെ കംപ്ലീറ്റ് ഡിസിപ്ലിനാക്കി വെക്കുക, അത് കുറച്ചുകൂടെ അഴിച്ചു വിടണം. ദേ ടുക്ക് എ ഷോട്ട് ആൻഡ് ഗോൾ. കംപ്ലീറ്റ് ഡോമിനേറ്റിംഗ് ഗെയിമായിരുന്നു നമ്മുടേത്. ആൻഡ് ഇതിനെല്ലാം ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് നമ്മുടെ ഷാക്കയുടെ സണ്ടർലൻഡ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ആ 2 പോയിൻ്റ് എന്നുള്ള ഗ്യാപ്പ് 2 പോയിൻ്റ് എന്നുള്ള ഗ്യാപ്പ് നമുക്ക് 4 പോയിൻ്റ് എന്നുള്ള ഗ്യാപ്പിലേക്ക് നമുക്ക് എത്തിച്ചു. സോ റിയലി താങ്ക്സ് ടു അവർ എക്സ് ലീഡർ ഷാക്ക. ആ ഗെയിം സത്യം പറഞ്ഞാൽ സണ്ടർലൻഡ് ഓക്കെ, ഒരു ആർസണലിൻ്റെ കണ്ണിൽ നിന്ന് കാണുമ്പോൾ സണ്ടർലൻഡ് ജയിക്കാനുള്ള പോലെയുണ്ട്. പക്ഷേ ഒരു ന്യൂട്രൽ ഫാനായിട്ട് തോന്നുവാണെങ്കിൽ അത് ആക്ച്വലി ഒരു ഫെയർ റിസൾട്ടായിരുന്നു. 2 പേർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. സണ്ടർലൻഡ് 2 പേർക്കും ഒരു ഫെയർ റിസൾട്ടായിരുന്നു. എഗെയിൻ ദ പോയിന്റ് ഈസ് നമ്മളിപ്പം 4 പോയിൻ്റ് ഗ്യാപ്പുണ്ട്. നെക്സ്റ്റ് ഗെയിം ബോൺമത്തുമായിട്ടാണ്, നെക്സ്റ്റ് ഗെയിം മാൻ സിറ്റിയുടെ ചെൽസിയായിട്ടാണ്. ശരിയാണ്, ചെൽസി നാഥനില്ല കളരി പോലത്തെ ഒരു അവസ്ഥയാണിപ്പം. ബട്ട് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ചിലപ്പോൾ അതായിരിക്കും അവരുടെ ഈ പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി ബൂസ്റ്റ് വരാനുള്ളത്. സോ ഇറ്റ്സ് എ ടഫ് ഗെയിം. ചെൽസിയാണ്, ദേ ഹാവ് ക്വാളിറ്റി പ്ലെയേഴ്സ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ടഫ് ഗെയിംസ്. എന്ത് വേണേൽ ആ ഗെയിമിൽ നമുക്ക് ഡ്രോ ആയാലും ലോസ് ആവാം. മേ ബി മാൻ സിറ്റി വിൽ ത്രാഷ് ചെൽസി, എന്ത് വേണമെങ്കിൽ സംഭവിക്കും. ബട്ട് റിഗാർഡ്ലെസ് നമ്മൾ നല്ലൊരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടാണ് ബോൺമത്ത് ഗെയിമിലേക്ക് പോകുന്നത്. ആ ബോൺമത്ത് ഗെയിം ശരിയാണ്, എവയാണ്, ജസ്റ്റിൻ ക്ലൈവേർട്ടിൻ്റെ ടീമാണ്, അവരുടെ മാനേജറും അടിപൊളി മാനേജറൊക്കെയാണ്. ബട്ട് ഈ നല്ലൊരു മൊമെൻറ്റും ഉണ്ട്, നല്ലൊരു മെൻറ്റാലിറ്റി ഡിഫറൻസ് ഉണ്ട് ടീമിന്. ഞാൻ ആ വൂൾസ് ഗെയിം തൊട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു മെൻറ്റാലിറ്റി ഡിഫറൻസ് വരണം. അവിടെ തൊട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു ആ ഇമ്പ്രൂവ്മെൻറ്റ് പതുക്കെ ഇമ്പ്രൂവ് ആയിരുന്നുണ്ടായിരുന്നു. ആ ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വന്ന് പീക്കായി നിൽക്കുകയാണ്. ഈ പീക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഇതാണ് നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ട കാര്യം. ഇറ്റ്സ് ഗോയിങ് ടു ബി റിയലി ക്രൂഷ്യൽ. കാരണം ആഴത്തെ ബോൺമത്തിൻ്റെ ഗെയിം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ ബിഗ് ഗെയിമിലേക്ക് നമ്മൾ എൻട്രി ആവുന്ന ലിവർപൂളുമായിട്ടുള്ള ഗെയിം. സോ നമ്മുടെ ഫസ്റ്റ് ലിവർപൂളായിട്ടുള്ള ഗെയിം അറിയാമായിരുന്നല്ലോ. ഇറ്റ് വാസ് 2 പേർക്കും ഡ്രോ ആവണമെന്നുള്ള ഒരു രീതി. ആൻഡ് ഫൈനലി സൊബോസ്ലൈയുടെ ഫ്രീ കിക്കിൽ നിന്ന് ഒരു ഗോൾ. സോ യെസ്, ഇറ്റ് ഈസ് റിവെഞ്ച് ടൈം ഫോർ അസ് എന്ന് തന്നെ പറയാം. സോ ഐ വോണ്ട് ആദ്യം നെക്സ്റ്റ് ഗെയിം ബോൺമത്ത് പ്രോപ്പറായിട്ട് വിൻ ചെയ്യുക. ഞാൻ അധികം വലിയ ഫാൻസി ഗെയിമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ക്ലീൻ പ്രൊഫഷണൽ ജോബാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ലൈക്ക് 2-0 ആൻഡ് ഓൾ ദാറ്റ്. സോ ഐ ഹോപ്പ് ഡെക്ലൻ റൈസ് ക്യാൻ മേക്ക് ഫോർ ലിവർപൂൾ ഗെയിമിലെങ്കിലും തിരിച്ചു വരാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ഐ എം ബാക്ക്. ബട്ട് ബോൺമത്ത് ഗെയിമിന് ഞാൻ ലൈവ് പോകുന്നതല്ല, കുറച്ചുകൂടെ എനിക്ക് റിക്കവറി ആവാനുണ്ട്. ഞാനിപ്പോഴും സൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി വരുന്നേ ഉള്ളൂ. എനിക്കെന്താ പറ്റിയെന്ന് ഞാൻ പറയാം. സംഭവം ചെറിയൊരു പനി കരിയൊക്കെ ആയിരുന്നു, ചുമ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രശ്നമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇക്കിള് വന്നു, ഹിക്കപ്സ്. അത് മാരകമായ ഇക്കിള് എന്ന് പറഞ്ഞാൽ ഒരിക്കിളല്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പോലും എനിക്കിപ്പോൾ പേടിയാണ്. ഒരിക്കിളല്ല, ഒരു 3-4 ഇക്കിള് ഒറ്റയടിക്ക് വന്നിട്ട് ശ്വാസം മുട്ടൽ പോലത്തെ ഒരു അവസ്ഥ വന്നു. അത് ഞാൻ ഒരു ദിവസം ഫുള്ളുണ്ടായിരുന്നു. പിന്നെ രാത്രി കിടക്കാൻ തന്നപ്പോൾ അതങ്ങ് പോയി. പിന്നെ 2ാമത്തെ ദിവസം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യമാക്കിയില്ല. ഇത് 3ാമത്തെ ദിവസം എത്തിയപ്പോഴത്തേക്ക് ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ആശുപത്രി ചെന്ന് പിന്നെ അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് സെറ്റാക്കി ഇപ്പം ഈ പരുവത്തിലായിട്ടുണ്ട്. സംഭവം ഞാൻ ലൈറ്റായിട്ട് എടുത്തു, അതാണ് പ്രശ്നമായത്. എനിക്ക് സ്വഭാവം ഉള്ളതാണ്, എല്ലാം വീട്ടിലങ്ങ് ഒതുക്കുക, എന്തായാലും പനി വന്നാൽ തന്നെ വീട്ടിൽ ഒതുക്കുക, അങ്ങനത്തെ സ്വഭാവമുള്ള. ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ചു. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു ലാസ്റ്റ് ഫ്യൂ ഡേയ്സ്. സോ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാൻ. സോ വാച്ചലോഗ് ഞാൻ പോകുന്നില്ല, ഒന്ന് സെറ്റാവട്ടെ. നമുക്ക് എന്തായാലും അടിച്ച് പൊളിച്ചൊരു വാച്ചലോ ലിവർപൂളുമായിട്ടുള്ള ഗെയിമിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു.
താങ്ക് യു എഗെയിൻ. ലാസ്റ്റ് ഇത് പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, ഞാൻ പറഞ്ഞു ആദ്യം, ബട്ട് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ ദ ലവ് ആൻഡ് അഫെക്ഷൻ. ടേക്ക് കെയർ ഗൈസ്.